ഹായ്, ഈ ഒരു കിറ്റ്കാറ്റിനെ നമുക്ക് ട്രെൻഡിങ് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് ആയിട്ട് മാറ്റാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ സ്റ്റിക്കർ പ്രിൻറ്റ്സ് ആട്ടോ യൂസ് ചെയ്ത്, അതും കിറ്റ്കാറ്റിൻ്റെ ഏകദേശം സൈസിലാട്ടോ എടുത്തേക്കുന്ന സൈസൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ജിഗ്സാഗ് ടൈപ്പ് സീസറാണ് യൂസ് ചെയ്യുന്നത്. സീസറിനൊന്നും യൂസ് ചെയ്യുന്നില്ല, കത്രിക. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ് ഏകദേശം കിറ്റ്കാറ്റിൻ്റെ മുകളിലേക്ക് 1 ഇഞ്ചും താഴേക്ക് 1 ഇഞ്ച്, 1 ഇഞ്ചില്ലെങ്കിലും 1 സെൻറ്റിമീറ്ററൊക്കെ മതിയാവും. പിന്നെ നമ്മൾ ഫോട്ടോ സെൻറ്ററിലാക്കി എഡിറ്റ് ചെയ്യണം. ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് സെൻറ്ററിലാണ് വരുന്നത്. ഇത് സ്റ്റിക്കർ പ്രിൻ്റാണ്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. നോർമൽ സ്റ്റിക്കർ പ്രിൻറ്റ്സും അവൈലബിൾ ആണ്, PVC സ്റ്റിക്കർ പ്രിൻറ്റ്സും അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ നോർമലാണ് യൂസ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ സൈഡിലും 1 ഇഞ്ച് വലുപ്പത്തിൽ അല്ലെങ്കിൽ 2 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് ലാസ്റ്റ് കാണാം കേട്ടോ. അങ്ങനെ 4 സൈഡും കട്ട് ചെയ്യുന്നുണ്ട്. 4 സൈഡും കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ 4 സൈഡും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 സൈഡാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലെ കിറ്റ്കാറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടും വെക്കാം കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു സിൽവർ ഫോയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. നോർമലി അങ്ങനെയാണ് വെക്കുന്നത്, പക്ഷെ ഞാൻ ഫുള്ളായിട്ടാണ് വെച്ചത്. ഇനിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഫോട്ടോ കറക്റ്റായി കാണാൻ വേണ്ടിയിട്ട് നേരെ ലൈറ്റിൻ്റെ സൈഡിലായിട്ടോ, അതായത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആയിട്ടോ അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ താഴെയായിട്ട് വെച്ചാൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എവിടെയാണ് ഫോട്ടോ കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് കിട്ടും കേട്ടോ. അത് ഒരു വട്ടം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എന്നിട്ട് കിറ്റ്കാറ്റ് ഞാനിപ്പോൾ ഇതേപോലെ വെച്ച പോലെ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഇതാ ആദ്യം സെൻറ്ററിൽ ഒട്ടിച്ചിട്ട് സൈഡിലേക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ ഒരു ചുളിവ് പോലെ വരും. ഫസ്റ്റിലൊക്കെ എൻ്റെത് അങ്ങനെ ചുളിഞ്ഞും വളിഞ്ഞൊക്കെ പോയിന്. പിന്നെയാണ് 2-3 ചെയ്തപ്പോഴാണ് അങ്ങനെ മനസ്സിലായിട്ടോ. ഞാനിതിൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് തോന്നുന്നു ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു കത്രിക വെച്ചിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നാൽ സാധാരണ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഒരു എഡ്ജിലുള്ള ആ ഒരു സംഭവം കിട്ടും. കുറച്ച് റിയലിസ്റ്റിക് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സാധാ കത്രിക വെച്ചും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഈ കത്രിക യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അപ്പം ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ 15 എണ്ണമാണ് എനിക്ക് ടോട്ടൽ വർക്ക് വന്നത്. അപ്പം നമുക്ക് 15 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പം കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. പിന്നെ ഓരോന്ന് ചെയ്യുമ്പം നമുക്കതിൻ്റെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് മിസ്റ്റേക്ക് വരിക അതൊക്കെ മനസ്സിലാവും. കാര്യമായിട്ട് മിസ്റ്റേക്ക് വരിക എന്നുള്ളത് ഈ സ്റ്റിക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പോവും. അപ്പം അവിടെ എഡ്ജിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ അവിടെ ചുളിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചാൽ മതി. പിന്നെ മാക്സിമം കിറ്റ്കാറ്റ് സെൻറ്ററിൽ തന്നെ, അതായത് ഫോട്ടോൻ്റെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു ലൈറ്റ് വെച്ചിട്ട് യൂസ് ചെയ്താലും അതും ബെറ്റർ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ പുറത്തുള്ള കവർ കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഫുള്ളും ഇതിൽ കാണിക്കുന്നില്ല. അപ്പം ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മൾ 15 എണ്ണം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ ചുളിഞ്ഞിട്ടുണ്ട്. ചിലതിനൊക്കെ അങ്ങനെ ഒന്നും, ചിലതൊക്കെ പെർഫെക്റ്റായി കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ബൈ.